അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇന്ന് അയർലൻഡിൽ ഞങ്ങൾ 4ാമത്തെ ദിവസമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ 4ാമത്തെ ദിവസം 5ാമത്തെ ദിവസം ഒരുമിച്ചാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ, അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ 4th ഡേ രാവിലെ എഴുന്നേറ്റു. വേറെ ആരും എഴുന്നേറ്റിട്ടില്ല, ഞാനാണ് ആദ്യം എഴുന്നേറ്റത്. ഒരു ചായ ഇടാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ്. അതിൻ്റെ പാത്രങ്ങളൊക്കെ കറക്റ്റായിട്ട് എവിടെ ഇരിക്കുന്നത് അറിയത്തില്ല, അതൊക്കെ തപ്പി പിടിച്ചെടുത്ത് ഒരു ചായ ഇട്ടു. എല്ലാവരും രാവിലെ എഴുന്നേൽപ്പിച്ചിട്ട് ഇന്ന് ഞങ്ങൾ കിച്ചുവിൻ്റെ വീടിൻ്റെ അടുത്തുള്ള തന്നെ ഒരു ലേക്കിലോട്ടാണ് പോകുന്നതാണ് വിചാരിച്ചത്. കാരണം ഞങ്ങൾ UK നിന്ന് മോനൊരു വിവാങ്കുട്ടനൊരു സ്പീഡ് ബോട്ട് കൊണ്ടുവന്നായിരുന്നു. അപ്പം അത് ഇതുവരെ കൊണ്ടുവന്നിട്ട് അതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല. അപ്പോൾ വീട്ടിൽ ടബുണ്ട്, പക്ഷെ അവൻ അത് പോരാ, അവന് ലേക്കിൽ തന്നെ കൊണ്ടുപോയി അത് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടി എന്നാൽ പിന്നെ അവിടെ ഒത്തിരി സ്പാനൊക്കെ ഉണ്ട്. കിച്ചുകുട്ടൻ സാധാരണ പോകുന്നതാണ്, പേഷ്യൻസിനെയൊക്കെ കൊണ്ട് അവിടെ പോയി ഇരിക്കാറുണ്ടെന്നൊക്കെ പറയുമ്പോൾ നല്ല ഭംഗിയുള്ള സ്ഥലമാണെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ എന്തായാലും വേറെ ദൂരോട്ടൊന്നും യാത്ര പോകണ്ട, കാരണം 3 ദിവസം നമ്മൾ ശരിക്കും കറങ്ങി ടയേർഡായി. പിന്നെ അതുകൊണ്ട് പിന്നെ ഇന്നത്തെ ദിവസം വീടിനടുത്തുള്ള ഒരു ലേക്കിൽ പോയി പിള്ളേരെയും കൊണ്ടുവന്ന് കാണിക്കുമെന്ന് വിചാരിച്ചു. അവിടെ സ്വാനിന് ഫുഡൊക്കെ നമുക്ക് ക്ലോസ് ആയിട്ട് നിന്ന് കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ എന്തായാലും രാവിലത്തെ ഫുഡൊക്കെ കഴിച്ചിട്ട് അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പം അതിന് ഞങ്ങളിനി റെഡിയാകാണ് കേട്ടോ. പിന്നെ ഇത് കിച്ചുകുട്ടൻ്റെ വീടിൻ്റെ ബാക്കിലുള്ള ലോണാണ്. ശരിക്കും നമ്മുടെ UK വീടുകൾ പോലെ തന്നെയാണ്, പക്ഷേ UK വീടുകളെക്കാളും അയർലൻഡിലെ വീടുകളെല്ലാം ഇച്ചിരി വലുതായിട്ട് തോന്നി, നല്ല സ്പേഷ്യസ് ആയിട്ട് തോന്നി. കാണാനെല്ലാം UK പോലെ തന്നെയാണ്. അയർലൻഡും കുറച്ചുകൂടെ നാച്ചുറൽ ബ്യൂട്ടി, കുറേ കൂടെ പച്ചപ്പ് കൂടുതലാണെന്ന് തോന്നിയിട്ടുണ്ട്. അല്ലാതെ എല്ലാം കണ്ടിട്ട് ഒരുപോലെയാണ് തോന്നിയത്. പിന്നെ നമ്മളൊരു 5 ദിവസം കുറച്ച് സ്ഥലമല്ലേ കറങ്ങിയിട്ടുള്ളൂ. സോ എന്തായാലും 2 രാജ്യങ്ങളും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കൺട്രീസാണ്. ശരിക്കും ഇവിടെ നിന്ന് അവിടെ പോയപ്പോൾ UK നിന്ന് അയർലൻഡ് പോയപ്പോൾ ശരിക്കും നമ്മൾ UK തന്നെയാണെന്ന് നമ്മുടെ സ്പെഷ്യൽ തലക്കറിയും കപ്പ. ഓക്കെ, മാസ്റ്റർ ഷെഫ് മിസ്റ്റർ രാകേഷിൻ്റെ സ്പെഷ്യൽ. ഇത് സാൽമൺ അല്ലാടാ? അല്ല, ഇത് 10 കൊടുക്കണോ? 10 കൊണ്ട് നമ്മൾ കഴിക്കുമോ? ആണോ? എല്ലാവരും വിചാരിക്കും നമ്മൾ ഇവിടെ വന്നിട്ട് തീറ്റയാണെന്ന്. കാരണം ഇതൊക്കെ എല്ലാവരും എൻജോയ്മെൻറ്റ് ലൈഫല്ലേ. പക്ഷെ തലക്കറിയും കപ്പയും അതൊരു ടേസ്റ്റാണ്. മോർണിംഗ് കോഫിയുടെ ടൈമാണ്. കിച്ചുകുട്ടൻ്റെ വയ്യ, കിച്ചുകുട്ടന് ഭയങ്കര ചുമ. എന്താടാ? ദോശ. എന്നിട്ട് മീൻകറി ഇരിപ്പല്ലേ? ദോശയും മീൻകറി. സുധീർ ലക്ഷ്മണൻ വന്നിരിക്കുന്നു. ഗുഡ് മോർണിംഗ്. എൻട്രി ഓഫ് സുധീർ ലക്ഷ്മൺ. എല്ലാവർക്കും ചുമ പിടിച്ച്. ഇന്നലത്തെ ഐസ്ക്രീം ആണെന്ന് തോന്നുന്നു. Kind of big. എടുത്തേ ബ്രെഡ് എടുത്തേ, ഓപ്പൺ ചെയ്. എല്ലാരും റെഡിയായി നിൽക്കാണ്, അവർക്ക് മനസ്സിലായിട്ടോ സംതിങ്. ഓപ്പൺ ചെയ്ത് കൊടുക്ക. Oh my God, that's so good. Oh, they're growing. Oh, yeah. Oh God, so cute. Ooh. Arya. Hello. Adi കൊടുക്ക്. No, it's okay. I can give. Give to me. എനിക്കെന്താ തന്നേ? ഇവന് കൊടുക്ക്. കൊടുക്ക്. Give to me. നീളത്തിൽ കൊടുക്കാം. കൈ കൊത്തുന്നില്ല. I just really like that. ഇച്ചിരി നീളത്തിൽ കൊടുക്കണം കേട്ടോ. ആദ്യക്കുട്ടി ഹോൾഡ്
You hold it. ഇങ്ങനെ എടുത്ത് കൊടുക്കണം. So that you Just can hold on the top. Hold in the top. Okay. വെയിറ്റ് കൊത്തി കളയരുത്. ഇഷ്ടടാ. പാവല്ലേ. രണ്ടുപേരും കൂടെ നിക്കുന്നുണ്ടോ? അവർക്ക് മനസ്സിലായിട്ടോ. അത് വന്നപ്പോഴേ നില്ലടാ കുട്ടാ. അയ്യോ ഒരു പട്ടി, ഒരു ഡോഗ്. അയ്യോ ഇവാന്റെ ബോട്ട്. എന്താടി? ഓക്കെ. ഓ റൈറ്റ്. ഒരു തടിക്കഷ്ണം കേട്ടോ, അത് എറിഞ്ഞു കൊടുത്തു. അത് എടുത്തിട്ട് വരിക പുള്ളിക്കാരൻ. ഇത് കണ്ടിട്ട് എനിക്ക് മൃഗയ സിനിമയിൽ മറ്റേ ഒരു പുലി വരത്തില്ലായോ വെള്ളത്തിൽ കൂടെ? ഇറ്റ് സെയിം ലൈക്ക് അതുപോലെ തോന്നുന്നേ. അതല്ല അതിന്റെ പുറകെ പോകുന്നേ. എനിക്ക് തോന്നുന്നു അവര് തമ്മിൽ പരിചയമാണ് കേട്ടോ. അതാവും അവര് എപ്പോഴും കൊണ്ടുവരുന്നതായിരിക്കും. അവര് ഡെയിലി കൊണ്ടുവന്ന് പരിചയമായിരിക്കും കേട്ടോ. അപ്പൊ പട്ടി കുളിച്ചൊന്നുമായി, പ്രാക്ടീസും ആയി. ഒറ്റത് മീൻ പിടിക്കാൻ പോകുന്നു ഇവാങ്കുട്ടൻ മീൻ പിടിക്കുന്നടി. നെക്സ്റ്റ് വൺ. ഞാൻ ഇങ്ങോട്ട് കയറാം. അത് താഴെ വീഴും വെള്ളത്തില്. ക്യാപ്പെടുത്ത് മീൻ പിടിക്കാൻ പോവാ. ഞങ്ങൾക്ക് ആർക്കും തോന്നിയില്ല ലുക്കിലേക്ക്. എങ്ങനെയാ ഡൈവ് ചെയ്ത് പോകുന്നുണ്ടോ? രണ്ട് ജർമ്മൻ ഷെപ്പേർഡ് ഉണ്ട് എനിക്കിവിടെ. ഒരു രണ്ടെണ്ണത്തിന് എനിക്ക് നന്നായിട്ട് നോക്കാൻ പറ്റുന്നില്ലേ. എന്തോ ഇഷ്ടംപോലെ മീനുണ്ട്. പരൽ മീൻ നമ്മുടെ നാട്ടിലെ കുഞ്ഞു മീനുകൾ. ഉണ്ടോ? Don't put plastic, okay? It's a bread piece, okay? Wow, and he actually picked it up. Please keep water. ബേർഡിന്റെ പൂപ്പ അതിലെല്ലാം. It's stuck in the grass, Adi. You're controlling from there? Wow. Ivan, you saw that? You saw the sweet ball? Are they coming? Yeah, they're coming. See your boat, Ivan? See that boat? I can't. I want to catch a fish. I think ഇതിന് ചാർജ് തീർന്നു തോന്നുന്നു. അത് ലോസ് ആയി പോകുന്നതിന് എടുത്ത് അകത്ത് വെക്കാം.
അവൻ നോക്ക്, അവൻ ദൂരെ ദൂരെ മാറിപ്പോവാണേ. എന്ത് മുട്ടായി? Which one? What do you want to hold? The fish. Fish നമുക്ക് പിടിക്കാൻ പറ്റത്തില്ല. We cannot catch the fish now, കണ്ണാ. Please. വിവാങ്കുട്ടൻ ഫിഷ് വരാൻ വേണ്ടി എന്തുവായിരുന്നു അത് സ്റ്റിക്കിലും ബ്രെഡ് നോക്കിച്ചിട്ടില്ല ചൂണ്ട. ഫിഷ് വരാൻ No, that's okay. It's okay. Try മക്കളെ. No, മക്കളെ. Oh, it doesn't work. It doesn't work. Wow. ചൂടല്ലേ, അല്ലേ വെയിലല്ലേ? വാ, അടിക്കടി സ്വാൻ്റെ feathers. Anyone's missing their feathers here. Oh, Adya is asking them. Ivanu. Come on. Whoever's missing their feathers. സോ നെക്സ്റ്റ് ഡേ 5 ഞങ്ങളുടെ ലാസ്റ്റ് ഡേ ആണ് അയർലൻഡിലെ. രാവിലെ തന്നെ ആദ്യക്കുട്ടം പോയി ഇവാനെ എഴുന്നേൽപ്പിക്കാനുള്ള പരിപാടിയാണ്. കാരണം ഇന്ന് ഇവരുടെ അയർലൻഡിലെ മലയാളികളുടെ ഒരു മൈൻഡ് എന്നൊരു പ്രോഗ്രാമുണ്ട്. അപ്പോൾ അതിന് നമുക്കൊന്ന് പോകാമെന്ന് വിചാരിച്ചു. കുറച്ച് ഒരു 1.5 മണിക്കൂർ ട്രാവലിങ്. അത് ശരിക്കും ഡബ്ലിൻ സൈഡാണ്. എന്നാലും ആദ്യം വേണ്ട അങ്ങ് മടിച്ചതാണ്. പിന്നെ എന്നാലും വന്നിട്ട് എല്ലാം മലയാളികളൊക്കെ ഒന്ന് കാണാമല്ലോ എന്ന് വിചാരിച്ചു പിന്നെ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ രാവിലെ തന്നെ പിള്ളേരെ ഓരോരുത്തരായിട്ട് എഴുന്നേൽപ്പിക്കാനുള്ള തത്രപ്പാടിലാണ്. ആദ്യം ഇവാങ്കുട്ടനെ ആദ്യക്കുട്ടം പോയി എഴുന്നേൽപ്പിച്ചു. ഞങ്ങൾ പിന്നെ ഓരോരുത്തരായിട്ട് ഇങ്ങനെ എഴുന്നേറ്റ് വരിക കേട്ടോ. പ്ലെയിൻ കിട്ടിയില്ല. ഫോട്ടോ അല്ല വീഡിയോ. Mom, shall we go on the airplane? I want to go on the airplane too. മല്ലൂസിന്റെ കാസ് കിടക്കുന്നതാണ്. മല്ലൂസ് കാസ്. അയർലൻഡ് മുഴുവൻ ഇവിടെ കാണാം അല്ലേ? അയർലൻഡ് മുഴുവനല്ല, വെസ്റ്റ് മിഡ്ലാൻഡ്സും ഡബ്ലിനും കൂടുതലും അല്ലേ? I want to do a cartwheel. എവിടെയാ? എവിടെയാടി? Wow. Mommy, the vans are going in. ഫുൾ മലയാളികളും ഇവിടെ ഉണ്ട്. ഫുള്ളായിരിക്കും അല്ലേ? അതെ. നമ്മളൊരു കാട്ടുവഴിയിൽ കൂടെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. വളരെ മനോഹരമായ ഒരു പ്രകൃതി രമണീയമായ കാട്ടുവഴിയാണ്. അപ്പോൾ ഇവിടെ ഒരു സെഷൻ പാർക്കിംഗ് കഴിഞ്ഞു. നമ്മുടെ നാട്ടിലെ ഉത്സവപ്പറമ്പ് പോലെ. ശരിക്കും നമ്മുടെ നാട്ടിലെ ഉത്സവപ്പറമ്പിൽ നമ്മൾ കുഞ്ഞുങ്ങളെയൊക്കെ കൈ പിടിച്ചിട്ട് മാറിപ്പോരുതെന്ന് പറയത്തില്ല, അതേ ഒരു കണ്ടീഷനാട്ടോ. ഒത്തിരി മലയാളികൾ ഒരുമിച്ച് ഒരു കാട്ടുവഴിയിൽ കൂടെ. ഓ, വാട്ട് എ ഫീലിംഗ് യാർ. നല്ലൊരു ഫീലിംഗ് ആട്ടോ. Come on, Nadia. Come, Nadia, come. ഞാൻ നമ്മുടെ എല്ലാ പാട്ടൊക്കെ കേട്ട് തുടങ്ങിയിരിക്കുന്നു. ഇറ്റ്സ് എ നൈസ് ഫീലിംഗ്. തൊട്ടടുത്ത് എയർപോർട്ട് ആയതുകൊണ്ട് ഈ പ്ലെയിന് പോകുന്നുണ്ട്.
go. Oh, Mallu Sangamam. Full Mallus are there. But let's go get something good. ഞാനിവിടെ കിടന്ന് കളിക്കും കേട്ടോ. നിനക്ക് അറിയത്തില്ല എന്റെ പേര്. Dancer Anu Sitara to please come up on stage. മോളെ നോക്കിക്കോ. A huge round of applause, guys! Show us your excitement. Woo! അയ്യടാ, she's so simple. Anu Sitara, it's a pleasure to have you here. Ireland, can we hear it for Anu Sitara, please, from this side? And from Come on, it's again. What? It's again. No, put your pants up, Adi. Ivan Gutti. Put your pants up. Put your pants up. Pants up, pants up. Come here. Put your pants up. Up, up, up. Good boy. Carry me, carry me. ഇതെല്ലാം മെമ്മറീസ് ആണ്. ഒരു ഗാനമേള നടക്കാം അല്ലേ? Keep going on this side. Ivan, get it. Get it, get it. Ivan, get it, go. That's it, get it. അങ്ങനെ ഞങ്ങൾ എല്ലാ പരിപാടിയും കഴിഞ്ഞു. ഞങ്ങൾ ആ യാത്ര അവസാനിക്കുകയാണ്. തിരിച്ച് UK-യിലോട്ട്. വെളുപ്പിനായിരുന്നു ഫ്ലൈറ്റ്. രാത്രി തന്നെ രാകേഷും കിച്ചുക്കുട്ടനും ഇവാനും 3 പേരും കൂടെ തന്നെ ഞങ്ങൾ എയർപോർട്ടിൽ കൊണ്ടാക്കാൻ പോവാണ്. അങ്ങനെ എല്ലാം സാധിച്ചു തന്നതിന് തമ്പുരാനോട് നന്ദി പറഞ്ഞുകൊണ്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോവാണ്. The kitty, the one. Yeah, yes. Yeah. This house.